എൻ്റെ കഴിഞ്ഞ സിനിമ IFFK-യിലുണ്ടായിരുന്നു. മൂന്ന് സിനിമകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 4ാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിലാഷ് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, രമേശ് ചേട്ടൻ എനിക്ക് പരിചയം ഈ സിനിമകളുമായി ബന്ധപ്പെട്ട യാത്രകൾക്കിടയിലാണ്. എൻ്റെ 1ാമത്തെ സിനിമ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പം ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നതാണ്. അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണ്, ഷാജി ജോൺ. അപ്പോൾ അതിനുശേഷം ആ സിനിമയിലും പുള്ളി ഉണ്ടായിരുന്നില്ല. 2ാമത് ഞാൻ ചെയ്തൊരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ ഈ 3ാമത്തെ സിനിമയിലും രമേശ് ചേട്ടൻ എൻ്റെ സിനിമയുടെയൊക്കെ ഭാഗമാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതല്ല, നമ്മൾ തമ്മിൽ അതിനപ്പുറം ഒരു ഫ്രട്ടേണിറ്റി, ഒരു സാഹോദര്യമായിട്ടുള്ളൊരു ബന്ധമാണ് ഞാനും രമേശ് ചേട്ടനായിട്ടൊക്കെ ഉള്ളത്. അത് ഈ സിനിമയുടെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിനപ്പുറം എന്താണ്, സിനിമ തന്ന ഒരു ബ്രദർലി ആയിട്ടുള്ള ഒരു റിലേഷനാണ് എനിക്ക്. നമുക്ക് കാര്യം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു രീതിയിലൊക്കെ ആ രീതിയിൽ സിനിമകൾ ചെയ്യുകയും ആ ഒരു മേഖലയിൽ എത്തപ്പെടാനൊക്കെ ആഗ്രഹിക്കുകയും അതിനായി നിരന്തരം ശ്രമിക്കുകയും അതിൻ്റെ ഒരു ലോങ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആ ഒരു സ്ട്രീമിൽ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരു ഇൻഡി ഫിലിം മേക്കറാണ്. നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ സർക്കിളിലൊക്കെ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം തന്നെ ഇതിന് പിറകിലുള്ള എഫേർട്ടുകളൊക്കെ എല്ലാ സിനിമകളിലും ഒരുപോലെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള അർത്ഥത്തിൽ ആ ഒരു ഫ്രട്ടേണിറ്റിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും എന്ന് വിശ്വസിക്കുകയും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഞാൻ വേറൊരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുത്തതിന് ശേഷം പോകാനായിട്ട് തീരുമാനിച്ചതും അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനത്തൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ആങ്കർ പോലെ അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്തതാണ്. ഈ സിനിമ ഞാനും വെയിറ്റ് ചെയ്യാണ് കാണാനും അതൊരു വലിയ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട്. ഒറ്റ സെക്കൻഡ്, ഒരു വണ്ടിയുടെ നമ്പർ ഒന്ന് പറയും.